Hi friends, welcome to Thinking Gap. Thinking Gapന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് പ്രൊഫസറിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീം ആയിരുന്നു. അതിൻ്റെ തിയറി പോർഷൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വന്നിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് MCQs ഓൺ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീം ആണ്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീമിനെ പറ്റിയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് MCQs ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വേപ്പർ ഫോം ഓഫ് വാട്ടർ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ പറയുന്നു ഐസ്, ഓപ്ഷൻ ബി പറയുന്നു സ്റ്റീം, ഓപ്ഷൻ സി പറയുന്നു അക്വ ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഓൾ ഓഫ് ദി എബവ്. അപ്പോൾ വേപ്പർ ഫോം ഓഫ് വാട്ടർ ഈസ് നോൺ ആസ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് സ്റ്റീം. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ വി സപ്ലൈ ഹീറ്റ് ടു ദ വാട്ടർ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്റ്റീം. ഓക്കെ, ദ സ്റ്റീം ഫോം ഈസ് കോൾഡ് ആസ് ദ വേപ്പർ. അതുപോലെ തന്നെ ഇതിൻ്റെ പറ്റിയിട്ട് അടുത്തൊരു MCQs എങ്ങനെ ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനദർ MCQ നമുക്ക് ഇതിലൊന്ന് ചോദിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സോളിഡ് ഫോം ഓഫ് വാട്ടർ ഈസ് നോൺ ആസ് ദ ഐസ്, വാട്ടർ ഈസ് ഓൾസോ നോൺ ആസ് ദ അക്വ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് സോളിഡ് ഫോം ഓഫ് വാട്ടർ ഈസ് നോൺ ആസ് ദ ഐസ് ആൻഡ് വാട്ടർ ഈസ് ഓൾസോ നോൺ ആസ് ദ അക്വ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് സെൻസിബിൾ ഹീറ്റ് മീൻസ്. ഓപ്ഷൻ എ പറയുന്നു റിസൾട്ട് ഇൻ ടെമ്പറേച്ചർ റൈസ്, ഓപ്ഷൻ ബി പറയുന്നു ഡസ് നോട്ട് അലോ റൈസ് ഇൻ ടെമ്പറേച്ചർ, ഓപ്ഷൻ സി പറയുന്നു ഈസ് അബ്സോർബ്ഡ് ബൈ എ ലിക്വിഡ് അറ്റ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു റിസൾട്ട് ഇൻ എ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, സെൻസിബിൾ ഹീറ്റ് മീൻസ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് റിസൾട്ട് ഇൻ ടെമ്പറേച്ചർ റൈസ്. അപ്പോൾ സെൻസിബിൾ ഹീറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഇൻ ടെമ്പറേച്ചർ റൈസ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡ്യൂറിങ് ആഡിങ് ലേറ്റൻറ്റ് ഹീറ്റ് ദർ ഈസ് എ ചേഞ്ച് ഇൻ. ഓപ്ഷൻ എ പറയുന്നു ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി പറയുന്നു ഫേസ് ഓൺലി, ഓപ്ഷൻ സി പറയുന്നു ടെമ്പറേച്ചർ ആൻഡ് ഫേസ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഓൾ ഓഫ് ദ എബവ്. അപ്പോൾ ഡ്യൂറിങ് ആഡിങ് ലേറ്റൻറ്റ് ഹീറ്റ് ദർ ഈസ് എ ചേഞ്ച് ഇൻ, ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ഫേസ് ഓൺലി. അപ്പോൾ ഡ്യൂറിങ് ആഡിങ് ലേറ്റൻറ്റ് ഹീറ്റ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ഫേസ് ഓൺലി. അപ്പോൾ ലാറ്റൻറ്റ് ഹീറ്റ് അതിൽ ആഡ് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ചേഞ്ച് ഫേസിൽ മാത്രമായിരിക്കും ആ ചേഞ്ചസ് ഉണ്ടാകുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഡ്രൈനസ് ഫ്രാക്ഷൻ ഓഫ് സ്റ്റീം ഈസ് ഗിവൺ ബൈ. ഓപ്ഷൻ എ പറയുന്നു MW ഡിവൈഡഡ് ബൈ MW പ്ലസ് MS, ഓപ്ഷൻ ബി പറയുന്നു MS ഡിവൈഡഡ് ബൈ MS പ്ലസ് MW, ഓപ്ഷൻ സി പറയുന്നു MS പ്ലസ് MW ഡിവൈഡഡ് ബൈ MS ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു MS ഡിവൈഡഡ് ബൈ MS പ്ലസ് MW. അപ്പോൾ MW മീൻസ് മാസ് ഓഫ് വാട്ടർ, mass of water and MS means mass of steam, mass of water, that is MW, and MS means mass of steam. So dryness fraction of steam is given by, answer is option B, that is mass of steam divided by mass of steam plus mass of water, that is MS divided by MS plus MW. Dryness fraction of steam is given by MS divided by MS plus MW. Okay, next question പറയുന്നത് the difference between the superheated temperature and the saturation temperature is called. ഓപ്ഷൻ എ പറയുന്നു enthalpy of superheat, ഓപ്ഷൻ ബി പറയുന്നു heat of superheat, ഓപ്ഷൻ സി പറയുന്നു degree of superheat ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു all of the above. അപ്പോൾ the difference between superheated temperature and the saturation temperature is called degree of superheat, degree of superheat. അപ്പോൾ suppose superheated temperature is equal to superheated temperature is equal to ഒരു 300 എന്ന് എടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ നമുക്ക് ഇഷ്ടമുള്ളൊരു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഒരു 120 ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് ഇസ് ഈക്വൽ ടു സൂപ്പർ ഹീറ്റഡ് ടെമ്പറേച്ചർ മൈനസ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ഡിഗ്രി ഓഫ് superheat is equal to superheated temperature minus saturation temperature.
that is equal to 300 minus 120 is equal to 180. Okay, അപ്പോൾ the difference between the superheated temperature and the saturation temperature is called degree of superheat. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ ചെയ്ത് നോക്കിയത്. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇഫ് എക്സ് ഈസ് ദ ഡ്രൈനെസ് ഫ്രാക്ഷൻ ഓഫ് സ്റ്റീം ദെൻ വെറ്റ്നെസ് ഫ്രാക്ഷൻ ഈസ് ഗിവൺ ബൈ ഓപ്ഷൻ എ പറയുന്നു 1 + x, ഓപ്ഷൻ ബി പറയുന്നു x - 1, ഓപ്ഷൻ സി പറയുന്നു 1 - 2x ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു 1 - x. അപ്പോൾ ഇഫ് എക്സ് ഈസ് ദ ഡ്രൈനെസ് ഫ്രാക്ഷൻ ഓഫ് സ്റ്റീം ദെൻ wetness fraction is given by, answer is option D, that is 1 - x. അപ്പോൾ if x is the dryness fraction of steam then wetness fraction is given by 1 - x. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രൈനെസ് ഫ്രാക്ഷൻ is equal to 60 എന്നെടുത്തു, that means equal to 0.6. അങ്ങനെയാണെങ്കിൽ wetness fraction is equal to നമ്മുടെ ഫോർമുല അനുസരിച്ച് 1 - x, that is equal to 1 - 0.6. So answer is 0.4. Okay, but if x is the dryness fraction of steam then wetness fraction is given by 1 - x. എൻ്റെ എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഡ്രൈനെസ് ഫ്രാക്ഷൻ ഈക്വൽ ടു 60 ആണെങ്കിൽ നമുക്ക് 0.6 ആയിട്ട് എടുക്കാം. 0.6 ദെൻ വെറ്റ്നസ് ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു 1 - x. 1 - 0.6 ദാറ്റ് ഈസ് 0.4 ആയിരിക്കും. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീം ഇൻക്രീസ്. ഓപ്ഷൻ എ പറയുന്നു വിത്ത് ഡിക്രീസ് ഇൻ പ്രഷർ, ഓപ്ഷൻ ബി പറയുന്നു വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ, ഓപ്ഷൻ സി പറയുന്നു ഈസ് അൺഅഫക്റ്റഡ് ബൈ പ്രഷർ ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദ എബോവ്. അപ്പോൾ സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീം ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. അപ്പോൾ സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീം ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷറും കൂടെ അതിൻ്റെ കൂടെ ഇൻക്രീസ് ആവും. ഓക്കെ, സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീം ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ pressure, answer is option B ആയിരിക്കും. സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഓഫ് സ്റ്റീം ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എൻതാൽപ്പി ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ക്യാൻ ബി റിട്ടേൺ ആസ്, ദാറ്റ് മീൻസ് എൻതാൽപ്പി ഓഫ് സൂപ്പർ ഹീറ്റഡിൻ്റെ ഇക്വേഷൻ. ഓപ്ഷൻ എ പറയുന്നു Hg + Cps × T സൂപ്പർ ഹീറ്റഡ് മൈനസ് T സാച്ചുറേറ്റഡ്, ഓപ്ഷൻ ബി പറയുന്നു HFG + Cps × T സൂപ്പർ ഹീറ്റഡ് മൈനസ് T സാച്ചുറേറ്റഡ് ആൻഡ് ഓപ്ഷൻ സി പറയുന്നു HF + XHG ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു CPS × T സൂപ്പർ ഹീറ്റഡ് മൈനസ് T സാച്ചുറേറ്റഡ്. Enthalpy of superheated steam can be written as, answer is option A, that is Hg + Cps × T superheated minus T saturated. Enthalpy of superheated steam can be written as Hg + Cps × T superheated minus T saturated. Okay. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് സെപ്പറേറ്റിംഗ് കലോറിമീറ്റർ ഗീവ്സ്. ഓപ്ഷൻ എ പറയുന്നു ആക്യുറേറ്റ് വാല്യൂ ഓഫ് ഡ്രൈനെസ് ഫ്രാക്ഷൻ, ഓപ്ഷൻ ബി പറയുന്നു അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഡ്രൈനെസ് ഫ്രാക്ഷൻ, ഓപ്ഷൻ സി പറയുന്നു ഹയർ വാല്യൂ ഓഫ് ഡ്രൈനെസ് ഫ്രാക്ഷൻ ദാൻ ആക്ച്വൽ വാല്യൂ ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു നൺ ഓഫ് ദ എബോവ്. അപ്പോൾ സെപ്പറേറ്റിംഗ് കലോറിമീറ്റർ ഗീവ്സ് നമുക്കൊരു ആക്യുറേറ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈനെസ് ഫ്രാക്ഷൻ്റെ വാല്യൂസ് ആണ് സെപ്പറേറ്റിംഗ് കലോറിമീറ്റർ തരുന്നത്. അല്ലാതെ വേറെ ഈക്വൽ ആയിട്ടുള്ളതോ അങ്ങനെയുള്ള വാല്യൂസ് അല്ല തരുന്നത്, അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഡ്രൈനെസ് ഫ്രാക്ഷൻ. സോ സെപ്പറേറ്റിംഗ് കലോറിമീറ്റർ ഗീവ്സ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ഡ്രൈനെസ് ഫ്രാക്ഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് സെപ്പറേറ്റിംഗ് കലോറിമീറ്റർ ഈസ് സ്യൂട്ടബിൾ ഫോർ മെഷർമെൻറ്റ് ഓഫ് ഡ്രൈനെസ് ഫ്രാക്ഷൻ വെൻ സ്റ്റീം ഈസ്. ഓപ്ഷൻ എ പറയുന്നു ഡ്രൈ സാച്ചുറേറ്റഡ്, ഓപ്ഷൻ ബി പറയുന്നു വെരി വെറ്റ്, ഓപ്ഷൻ സി പറയുന്നു വിത്ത് ഹയർ വാല്യൂ ഓഫ് എക്സ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നു ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ സെപ്പറേറ്റിംഗ് കലോറിമീറ്റർ ഈസ് സ്യൂട്ടബിൾ ഫോർ മെഷർമെൻറ്റ് ഓഫ് ഡ്രൈനെസ് ഫ്രാക്ഷൻ വെൻ സ്റ്റീം ഈസ് വെരി വെറ്റ്. അപ്പോൾ സെപ്പറേറ്റിംഗ് കലോറിമീറ്റർ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഡ്രൈനെസ് ഫ്രാക്ഷൻ വെൻ സ്റ്റീം ഈസ് വെരി വെറ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റീമിൻ്റെ ഇമ്പോർട്ടൻ്റ് MCQs നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിലും അതിൻ്റെ പോർഷൻസ് എടുത്തിട്ട് അതിൻ്റെ തിയറി പോർഷൻസും പ്ലസ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന ഇമ്പോർട്ടൻ്റ് MCQസുമാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് ആദ്യമേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ചിട്ട് ഞങ്ങൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.